മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. തീരമേഖലയിലെ പ്രശ്നങ്ങൾ തൊട്ടറിഞ്ഞ ഇടത് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാന്റെ പ്രചരണം വെള്ളിയാഴ്ച രാവിലെ വെട്ടം പഞ്ചായത്തിലാണ് പ്രചരണം നടത്തിയത്. തിരൂരിലെ ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ആ മാറ്റത്തിലേക്കുള്ളതാണെന്ന് ഇടത് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് MLA-മാർ നാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായി ഇടപെട്ടിട്ടില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയപ്പോലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ പറവണ ബീച്ചിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. തീരമേഖലയിലെ പ്രശ്നങ്ങൾ കേട്ടും കണ്ടുമറിഞ്ഞാണ് ഇടത് സ്ഥാനാർത്ഥി കടന്നുപോയത്. പലരും അദ്ദേഹത്തെ സമീപിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഓരോ കേന്ദ്രങ്ങളിലും വോട്ടർമാർ സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി എത്തിയതോടെ പ്രവർത്തകരെത്തി ഹാരാർപ്പണം നടത്തി. ശേഷം നാട്ടുകാരുമായി സംവദിച്ച ശേഷം ഒരു ചെറു പ്രസംഗവും വോട്ടഭ്യർത്ഥനയും. പടിയത്ത് കൊന്നപ്പൂക്കൾ നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. അതിനുവേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നുള്ള നിലയിൽ ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മുന്നണിക്ക് വേണ്ടി, ഈ ഗവൺമെന്റിന് വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തിരൂരിലെ ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ആ മാറ്റത്തിലേക്കുള്ളതാണെന്നും ഇടത് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മുസ്ലിം ലീഗ് MLA-മാർ നാടിന്റെ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായി ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരൂരിൽ ഞങ്ങൾ പ്രചരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. തിരൂരിൽ പ്രചരണം വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി പുരോഗമിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, തിരൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ട് അതായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ പ്രധാന കാര്യം മറ്റൊന്നുമല്ല, തിരൂരിൽ എത്രയോ വർഷമായി മുസ്ലിം ലീഗിൻ്റെ MLA-മാർ പ്രതിനിധീകരിക്കുകയാണ് ഈ മണ്ഡലത്തെ. അവിടെ എന്താണ് അവർ ഈ നാട്ടിൽ നൽകിയുള്ള സംഭാവനയുള്ളത്? ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA തന്നെ 300 കോടിയുടെ കണക്ക് പറയുന്നു. ആ കണക്ക് ചാലഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ആ കണക്കിൽ നമ്മൾ ഇടപെട്ടിട്ടാണ്, ഇവിടുത്തെ പാർട്ടിയും മുന്നണിയും ഇടപെട്ടിട്ടാണ് ആ പണമെങ്കിലും ഇവിടെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് SIR-മായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് നടത്തിയിരുന്നതെന്നും ആരുടെയും വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SIR-ആയി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഈ നാട്ടിൽ മുഴുവൻ നടത്തിയിട്ടുള്ളത്. ആ വ്യാജ പ്രചരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിരുന്നു? പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പിണറായി നരേന്ദ്രമോദിയുമായി ചേരുന്നു എന്നുള്ളത് അത് തെറ്റാണെന്നും ആ തെറ്റായുള്ള പ്രചരണമാണ് അവർ നടത്തിയതെന്നും ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? SIR വന്നു. ആ SIR-മായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ SIR-ലെ വോട്ടർ ലിസ്റ്റാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും വീടുകളിൽ ഇവർക്ക് പറയാൻ പറ്റും ഒരു വോട്ട് നഷ്ടപ്പെട്ടു, ഏതെങ്കിലും മുസ്ലിം കുടുംബങ്ങളുടെ, ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ, ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വോട്ടുകൾ മലപ്പുറം ജില്ലയിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ള ധൈര്യം ഈ UDF-നും ബന്ധപ്പെട്ട പാർട്ടികൾക്കും ഉണ്ടോ? അരിക്കാഞ്ചിറ TMG കോളേജ് പരിസരം, പടിയം, ആശാൻപടി, മുറിവഴിക്കൽ തുടങ്ങിയ ഇടങ്ങളിലെ പര്യടനത്തിന് ശേഷം പച്ചാട്ടിലാണ് ഉച്ചയോടെ സമാപിച്ചത്.